സായിപ്പിനെ കാണുമ്പോ കവാത്ത മറന്നു പോകുന്നു പറയുന്നത് ഇതാണല്ലേ? കക്ഷികൾ ഇവിടെ ഇല്ലെങ്കിൽ വലിയ ചവിട്ടുനാടാൻ കളിയാ. നേർക്ക് നേരെ കാണുമ്പോ ദേവിയെടുത്തോട് ചെയ്യുന്ന പോലെ അങ്ങ് പറ്റുന്നില്ല. നിനക്ക് എന്താ വേണ്ടത്? കുറെ നേരം എന്നെ വട്ടാക്കാൻ നോക്കണു. കണ്ടോ, കാര്യം പറഞ്ഞപ്പോ എന്നോട് ചാടിക്കടിക്കുന്നോ? നീ എന്നെ പറഞ്ഞു പഠിപ്പിക്കൊന്നും വേണ്ട. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അമ്മ ആ ചേച്ചിയോട് ഉടക്കാനൊന്നും പോണ്ട. നാലെണ്ണം തിരിച്ചു പറഞ്ഞല്ലേ അമ്മയുടെ ഗ്യാസ് പോവും. എന്നോട് തറുതല പറഞ്ഞാലേ അവള് വിവരം അറിയും. ഒന്നുമില്ല, ഗൗരിയേച്ചി അമ്മ എന്തെങ്കിലും പറഞ്ഞാലേ മുരളിയേട്ടൻ ഇടപെടും. ആ ചേച്ചിയുടെ മുമ്പിൽ വെച്ച് മുരളിയേട്ടൻ അമ്മയെ വഴക്ക് പറഞ്ഞ എന്താവും സീൻ? അതിന് ഇത്തിരി പുളിക്കും. അതൊക്കെ അമ്മയുടെ തോന്നലാ. ഇപ്പോഴേ നിയന്ത്രിച്ചില്ലെങ്കിലേ അതൊക്കെ കാണേണ്ടി വരും. ഗൗരി, ഞാൻ ഈ കാറ് കൊണ്ട് കൊടുത്തിട്ട് വരാം. രാവിലെ കൊടുത്താ പോരെ? അവനെന്തോ മലയാറ്റൊരു ഓട്ടോ ഉണ്ടെന്ന് മറ്റേ പറഞ്ഞിരുന്നു. അമ്മയ്ക്ക് ഈ വീട്ടിൽ ഒരു ബലവും ഇല്ലാത്തൊരു കാലം ഒരുപാട് ദൂരമല്ല. പിന്നെ കരയാനേ നേരം കാണും. ഭാർഗവിയുടെ കരച്ചിൽ കാണാനേ അവള് വിചാരിക്കണ്ട. ആരാ ഇവിടെ കിടന്ന് നിലവിളിക്കാൻ പോകുന്നു നോക്കിക്കോടി. നീ കാണിച്ചടി ഞാൻ. എന്റെ അടുത്താ കളിക്കണത്. അവൻ വിളിക്കട്ടെ. വന്നു കേറിയില്ല. സിനിമയ്ക്കും പാർക്കിലൊക്കെ ചുറ്റാനുള്ള സമയമുള്ളൂ. നിൽക്കുന്ന കുടുംബത്തിനോട് ഒരു ഉത്തരവാദിത്വം ഉണ്ട്. തോന്നുന്ന പോലെ വരിക പോവാന്നൊക്കെ പറഞ്ഞാലേ അതിവിടെ ശരിയാവില്ല. നിനക്ക് സിനിമ കാണാതിരിക്കാൻ പറ്റില്ലല്ലേടാ? ഞങ്ങള് സിനിമയ്ക്കാ പോയെന്ന് അമ്മ എങ്ങനെ അറിഞ്ഞു? നിങ്ങൾ സിനിമയ്ക്ക് പോയെന്നാണല്ലോ പറഞ്ഞത്. ആര്? ഉമ്മ. അയ്യോ, ഇങ്ങോട്ട് പടി. ഇങ്ങോട്ട് വരാൻ. നീ അവളെ ഒച്ച എടുത്തും വരട്ടി ഒന്നും പേടിപ്പിക്കണ്ട. അമ്മേ, അവള് വെറുതെ പറഞ്ഞതാ. അവളെ ഇങ്ങോട്ട് വിളിക്ക. എടി നോടച്ചി, ഇങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട് വരാൻ. നീ ഇങ്ങോട്ട് വരുമോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? എടി, കണ്ടോ അവൾ ഓടിയുന്നുണ്ടോ? അമ്മേ, ഞങ്ങള് സിനിമയ്ക്കോ ബീച്ചിലോ ഒന്നും പോയതല്ല. സിദ്ധാർത്ഥൻ സാറിനെ കാണണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടാ പോയത്. വേണ്ടെന്ന് ഞാൻ ഒരുപാട് പറഞ്ഞതാ. കല്യാണം കഴിഞ്ഞ പാടെ ഓടി അങ്ങോട്ട് ചെല്ലാൻ അവരൊക്കെ നമ്മുടെ ആരാ? അതിലും പ്രധാനപ്പെട്ട ആളുകൾ നമ്മുടെ കുടുംബത്തിൽ കാണില്ലേ? അവരെയല്ലേ പോയി കണ്ട അനുഗ്രഹം വാങ്ങിക്കേണ്ടേ? നിർത്തടി. എന്താ നീ പറഞ്ഞേ? അവരൊക്കെ ആരാന്നോ? ഈ വീട്ടിലെല്ലാവർക്കും അവരെ കഞ്ഞിട്ടുള്ളൂ എന്തും. ആ തറവാട്ടിലൊരു അംഗത്തെ പോലെ എന്നെ അവര് കാണുന്നത്. എന്റെ മക്കളാ അവിടത്തെ മക്കളാ. അറിയോ നിനക്ക്? എന്തിനും അവരൊക്കെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാ ഞങ്ങൾ ഇവിടെ സമാധാനമായിട്ട് ജീവിച്ചു പോകുന്നത്. ഇനി നിനക്കും അങ്ങനെ തന്നെയാ. അതിനൊരു വ്യത്യാസം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ലടി. അമ്മ ക്ഷമിക്കണം. എനിക്കവരെയൊന്നും ദൈവങ്ങളെ പോലെ കാണാൻ പറ്റില്ല. ചന്ദ്രോത്ത് തറവാട്ടുകാരൻ നമ്മളോട് സ്നേഹം കാണിക്കുന്നുണ്ട്. അത് ഇവിടെ മാത്രം നടക്കുന്ന കാര്യമൊന്നുമല്ല. വലിയ വലിയ തറവാട്ടുകാർക്കെല്ലാം ഇതുപോലെ കുറെ ആശ്രിതര് കാണും. തറവാട്ടിലെ ആളുകളാവും ആശ്രിതരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അത് സ്നേഹം കൊണ്ടാണെന്ന് വിശ്വസിച്ച് മരണം വരെ അവർക്ക് അടിമകളായിട്ട് ജീവിക്കും. പക്ഷേ ആശ്രിതരുടെ വീട്ടിലെ ഒരാള് തറവാട്ടുകാർക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്താലുണ്ടല്ലോ, ഈ സ്നേഹവും വാത്സല്യമൊക്കെ അങ്ങ് പോവും. ശത്രുവിനോടെന്ന പോലെ ആയിരിക്കും പിന്നെ പ്രതികരിക്കുക. ഇത്തരം കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. സമൃദ്ധിയിൽ ജീവിക്കുന്നവരുടെ നേരം പോക്കാവാൻ എന്നെ കിട്ടില്ല. ഗൗരി, ചന്ദ്രോത്തുകാര് നിങ്ങൾ പറഞ്ഞു കേട്ട കഥകളിലുള്ള ആൾക്കാരല്ല. അല്ലേ? അല്ല. അവരുടെ സ്നേഹം അനുഭവിച്ച് ഞങ്ങൾ ഇവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ടേ കൊല്ലം കുറെ ആയി. ഇതുവരെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ. പക്ഷെ വെറുതെ ഒരു ഉദാഹരണം പറയട്ടെ. വെറുതെ
ഈ വീട്ടിൽ ഒരാളും ചന്ദ്രത്ത് ഒരാളും തമ്മിൽ ഇഷ്ടത്തിലായെന്ന് വിചാരിക്കാം. ഇപ്പൊ കാണിക്കുന്ന സ്നേഹത്തോടെ അവരാ കല്യാണം നടത്തി കൊടുക്കൂ. നടത്തി കൊടുക്കാനോ? കൊന്നു കുഴിച്ചു പോടും. ഇത്രയേ ഞാൻ പറഞ്ഞുള്ളൂ. കാര്യത്തോടടുക്കുമ്പോ അവരവരുടെ തനി സ്വഭാവം കാണിക്കും. മതി മതി, ഇവിടെ ഇപ്പൊ അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. അമ്മേ, ആന്റി അങ്കിളിനെയും ഇവിടെ ഒന്നുകൂടെ കാണിക്കണമെന്ന് തോന്നി, അതിന് പോയത്. ആ പേര് പറഞ്ഞൊരു കറക്കം. കണ്ണി കണ്ടതൊക്കെ വാങ്ങിച്ചു കൂട്ടി കയ്യിലുള്ള കാശ് മുഴുവൻ തീർത്തു അല്ലേ? പുറത്തിറങ്ങുമ്പോ ഇങ്ങനെ ചെലവാക്കിയാലേ താമസിയാതെ നീ കുത്തുമാല എടുക്കും. ഇതൊക്കെ കണ്ടിട്ടാണോ അമ്മ ഈ പറയുന്നത്? അമ്മേ, ഇവള് ഉടുത്ത തുണിയാലെ ഇങ്ങോട്ട് വന്നതല്ലേ, മാറി ഉടുക്കാനൊന്നുമില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് ഡ്രസ്സ് മേടിച്ചു, അത്രേ ഉള്ളൂ. തുണി ഒഴിച്ച് ബാക്കി എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? ഇല്ലെങ്കിലാ എന്റെ ഗുണം മാറാൻ പോകുന്നത്. ഒന്നും കാര്യമാക്കണ്ട. ഇത്രയും നാളും ഞാൻ അമ്മയുടെയും പെങ്ങന്മാരുടെയും മാത്രമായിരുന്നു. പുതിയൊരു അവകാശം വന്നതിന്റെ ചുരുക്ക. പതുക്കെ മാറിക്കൊള്ളല്ലേ? ഏയ്, അത് ലോകാവസാനം വരെ ഉണ്ടാവും. നീ വാ. ഞാൻ പറഞ്ഞിട്ട് എന്തായി? കിട്ടിയില്ലേ? എന്ത്? നമ്മുടെ കുടുംബത്തിൽ കേറി വരേണ്ട ആളല്ലെന്ന് അമ്മക്ക് തോന്നിയില്ലേ? എന്തിന്? വന്ന് കേറിയതല്ലേ ഉള്ളൂ. മനസ്സിൽ തോന്നിയത് മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞത് കേട്ടല്ലോ. അമ്മയ്ക്കും ഈ വീട്ടുകാർക്കും ചന്ദ്രോത്ത് കഴിഞ്ഞേ ഉള്ളൂ എന്തും. പക്ഷേ ഗൗരിയച്ചിക്ക് അങ്ങനെയല്ല. അങ്ങനെയാകാൻ താല്പര്യവും ഇല്ല. മനസ്സിൽ അങ്ങനെയൊക്കെ ആണെങ്കിലും അമ്മയോട് അങ്ങനെയൊക്കെ പറയാമോ? അമ്മ ചെയ്യുന്നത് വെറും വേസ്റ്റ് പണി എന്നൊക്കെയല്ലേ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞോ? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞില്ല, പക്ഷെ പറഞ്ഞതിന്റെ അർത്ഥം അതാ. ഇനി അമ്മ ചന്ദ്രത്തെ ജോലിക്ക് എന്ത് മുഖം വെച്ചോണ്ടാ പോവാൻ പോകുന്നേ? അമ്മ പോകുന്നത് കാണുമ്പോഴേ ഗൗരിയച്ച് കളിയാക്കി ചിരിക്കും. എന്നാ അടിച്ചവളുടെ മുഖം ഞാൻ പൊളിക്കും. എന്റെ അടുത്ത് ഒരുത്തിനെയും വേലയൊന്നും നടക്കില്ലടി. മാറി അങ്ങോട്ട്. നീ എവിടെയായിരുന്നു ഇത്ര നേരവും? ഞാൻ കുളിക്കുമായിരുന്നു. ഓ, എന്താ ഇവിടെ എന്താ പുകയുന്നുണ്ടല്ലോ? ഉണ്ട്. എന്റെ തലയ്ക്കകത്തുനിന്നാ പുക വരുന്നത്. കണ്ടോ കണ്ടോ നീ? എന്താടി, എന്താ പ്രശ്നം? നിന്നോടാ ചോദിച്ച എന്താന്ന്? ഏയ്, ഏട്ടനും ഏട്ടത്തിയും കൂടെ വന്നപ്പോ എവിടെ പോയതാന്ന് അമ്മ വെറുതെ ഒന്ന് ചോദിച്ചു. അവരെവിടെ പോയതാ? അവര് ആശുപത്രിയിൽ അങ്കിളിനെ കാണാൻ പോയതാ. അതിനെന്താ പ്രശ്നം? ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ല. ആർക്ക്? ആർക്കാവും? വന്നു കയറിയ ആൾക്ക്. ഇഷ്ടപ്പെടാതിരിക്കാ എന്താ? എന്താ അമ്മ? അമ്മയോട് ഗൗരിയച്ച് എന്തെങ്കിലും പറഞ്ഞോ? എന്നോട് തറുതല്ല പറഞ്ഞാലേ കാലുവാരി ഞാൻ നിലത്തടിക്കും. അവക്കേ ചന്ദ്രോത്ത് ആരെയും അത്രയ്ക്ക് അങ്ങ് പിടുത്തമല്ല. അതിന് എന്തൊക്കെയാ പറഞ്ഞത്? നമ്മൾ അവിടുത്തെ എച്ചിൽപ്പെട്ടികളാണെന്ന്. അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞില്ല. പിന്നെ പറയാൻ വന്നു. പിന്നെ പറഞ്ഞതിന്റെ അർത്ഥം അതാണല്ലോ. ചന്ദ്രോത്തുകാരൻ നമുക്ക് എങ്ങനെയാന്ന് ഗൗരിയച്ചിക്ക് നന്നായിട്ട് അറിയാം. അമ്മ അവിടുത്തെ ആരാന്നും അറിയാലോ. എല്ലാം അറിഞ്ഞു വെച്ചിട്ട് അമ്മയുടെ മുഖത്ത് നോക്കി അങ്ങനെ പറയാൻ പാടുണ്ടോ? അമ്മയെ വിട്ടുകൊടുത്തില്ല, പക്ഷേ അതൊന്നും അങ്ങോട്ട് ഏറ്റില്ല. എന്തായാലും ഈ പ്രശ്നം ഇവിടെ അവസാനിക്കുന്നു തോന്നുന്നില്ല. ഇതൊക്കെ കേട്ടിട്ട് നിനക്ക് ഒരു മനസ്സമാധാനവും ഇല്ലല്ലേ? എനിക്ക് വിഷമം ഉണ്ടാവില്ലേ? പിന്നെ നിനക്കിനി ഭക്ഷണം ഇറങ്ങില്ല, ഉറക്കവും കിട്ടില്ല. അവരെവിടെ പോയെന്നാ നീ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല. അവര് സിനിമയ്ക്ക് പോയെന്നാ ഇവള് പറഞ്ഞത്. ആശുപത്രി പോയെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനൊന്നും ചോദിക്കില്ലായിരുന്നു. ഇവക്കറിയായിരുന്നു അവരെവിടെയാ പോയെന്ന്. സിനിമയ്ക്ക് പോയതാന്ന് നീ മനഃപൂർവ്വം കള്ളം പറഞ്ഞല്ലേടി? ഞാൻ കേട്ട കാര്യം പറഞ്ഞു, അത്രേ ഉള്ളൂ.
നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കി ഗൗരിയച്ചി ഒറ്റപ്പെടുത്താനുള്ള പരിപാടി അല്ലടി? അമ്മേ ദേ ഇവള് പറയുന്നതും കേട്ടെ ഗൗരിയച്ചിയുടെ ഓരോന്നും ചോദിക്കാൻ ചെല്ലരുത് കേട്ടോ. ഇവളുടെ ഉദ്ദേശം വേറെയാ. പോയിരുന്ന് പഠിക്കടി. ഓരോന്നും പറഞ്ഞു വന്നേക്കുന്നവള്. അമ്മേ, ദേവി അടുത്ത് എന്ത് പാവമായിരുന്നു. അമ്മ പറയുന്നതിന് ഒരു വാക്ക് എതിർത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ ഈ വന്നു കയറിയതിനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഓടിച്ചു വിട്. എന്നിട്ട് നമ്മുടെ ദേവിയെടുത്തിയെ നിർത്തടി. പറഞ്ഞു പറഞ്ഞു നീ എങ്ങോട്ടാ കയറി പോകുന്നത്? പോയിരുന്നു വരുന്നത് പഠിക്കാൻ നോക്കടി. പൊടി പൊടി വന്നു ദേവിയെടുത്തി പൊടി. ഓരോന്ന് പറഞ്ഞു കൊടുത്ത് അമ്മയെ ചൂടാക്കുന്നതാണ് ഇവളുടെ പണി. ഇതിങ്ങനെ വിട്ടുകൊടുത്താൽ ശരിയാവില്ല. ഈ വീടിന്റെ ക്രമസമാധാന നില മൊത്തം ഇവള് തകർത്ത് കളയും. നിന്റെ പണിയൊന്നും ഏക്കുന്നില്ലല്ലേ? നീ പോയി കുറച്ച് വെള്ളം കൊണ്ടുവന്നേ, ദാഹിക്കുന്നു. വെള്ളം കുടിക്കണമെങ്കിൽ ഭാര്യയോട് പറഞ്ഞാ പോരെ, എന്നോട് പറയുന്നത് എന്തിനാ? എന്താടി? ആ ഇപ്പൊ കൊണ്ടുവരാം. നിക്കടെ എവിടെ? ഞങ്ങൾ എവിടെ പോയെന്നാ നീ അമ്മയോട് പറഞ്ഞത്? എന്ത്? നിങ്ങൾ എങ്ങോട്ടാ പോയെന്ന് എനിക്കറിയില്ലല്ലോ. ഇല്ല. അയ്യോ ചെവി വേദനിക്കുന്നു. ഞങ്ങൾ ഏത് സിനിമയ്ക്കാടി പോയത്? പറയടി. അയ്യോ വേണ്ട ഏട്ടോ, ഏട്ടോ എനിക്ക് വേദനിക്കുന്നു ഏട്ടാ. വേദനിക്കണം. ഓരോരോ നുണകൾ പറഞ്ഞു കൊടുത്ത് അമ്മയെ വട്ടാക്കുന്ന നീ. അയ്യോ അല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇല്ലേ? സത്യം പറയടി. അമ്മയോട് അങ്ങനെ പറഞ്ഞ നീയല്ലേ? എനിക്ക് വേദനിക്കുന്നു ഏട്ടാ. അയ്യോ ഇതല്ലേ ഏട്ടാ, എന്തിനാ ഇവളുടെ കാതിന്റെ അളവെടുക്കുന്നത്? ഏട്ടൻ കമ്മല് വാങ്ങി കൊടുക്കാനാ? ഇവക്കേ കമ്മലല്ല, 5 പവന്റെ മാലയെ ഞാൻ വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്നു. എനിക്ക് വേദന എടുക്കുന്ന ഏട്ടാ. ഇവള് ഞങ്ങള് സിനിമയ്ക്കാ പോയെന്ന് അമ്മയോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ഓരോന്ന് പറഞ്ഞ അമ്മയും ഗൗരിയും തമ്മിലടിപ്പിക്കില്ല ഇവളുടെ പരിപാടി. പറയടി, ഇനി നീ ചെയ്യോ ഇങ്ങനെയൊക്കെ? ഇനി ഇങ്ങനെയൊക്കെ ചെയ്യോന്ന്? അത് ശരിയാട്ടോ. അടുക്കളയിൽ വെച്ച് എന്തൊക്കെയോ അമ്മയോട് ഓതി കൊടുക്കുന്നത് ഞാനും കേട്ടതാ. ആണോടി നീ? മുരളിയേട്ടാ, അവക്ക് വേദനിക്കില്ലേ? അവ കുറച്ച് വേദനിക്കട്ടെ. അയ്യോ അമ്മേ, ഓടി വായോ, ഇവരെല്ലാരും കൂടെ എന്നെ കൊല്ലുവാണേ. ഓടി വായോ അമ്മേ. എന്താ നീ കാണിക്കണത്? ഞങ്ങള് സിനിമയ്ക്ക് പോയെന്ന് പറഞ്ഞില്ലേ ഇവള്? പച്ചക്കള്ളവല്ലേ ഇവള് പറഞ്ഞത്? അതിനിങ്ങനെ പിടിച്ച് ഉപദ്രവിക്കണോ? അല്ല, ഇവക്കത് കൊള്ളാമോ? എന്തിനാ കള്ളം പറഞ്ഞിങ്ങനെ തമ്മിലടിപ്പിക്കുന്നത്? എന്തായാലും കാര്യം പറഞ്ഞാ മതി, ശിക്ഷിക്കണ്ട. ഇതിനു മുമ്പ് നീ നിന്റെ പെങ്ങന്മാരാരെങ്കിലും ഒരു തരി മണ്ണ് നുള്ളിട്ടെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? നിന്റെ പെണ്ണുമ്മയുടെ നുണക്കഥ വിശ്വസിച്ചേ എന്റെ കുഞ്ഞിനെ വല്ലതും ചെയ്താലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. വാ മോളെ. വല്ല കാര്യം ഉണ്ടായിരുന്നു മുരളേട്ട, അവക്ക് നൊന്ത് കാണും. നോട്ടെ. എന്നാലും ഇവളെന്താ ഇങ്ങനെ ആയിപ്പോയെന്നാ ഞാൻ ആലോചിക്കുന്നത്. കാര്യം അറിയാലോ, ഗൗരിച്ചി അവളുടെ ശത്രുവാ. കാര്യങ്ങളെല്ലാം കലങ്ങി തെളിയുന്നവരെ നമുക്കിത് മാറ്റാൻ ഒരു വഴിയുമില്ല. പിന്നിപ്പോ എന്താ ചെയ്യാ? ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു മുളകള് കണ്ടില്ലാന്ന് വെക്ക, അത്രേ ഉള്ളൂ. ഫലിക്കുന്നില്ലാന്ന് വരുമ്പോ അവള് താനെ നിർത്തിക്കോളും. ചേച്ചിയുടെ വീട്ടിലേക്ക് വിളിക്കുകയോ മറ്റോ ചെയ്തോ? ഇല്ല. അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും?
കല്യാണത്തിന് നിമിഷ നേരങ്ങൾക്ക് മുന്നേ അല്ലേ മുരളിയേട്ടൻ ചേച്ചിയെ വിളിച്ചോണ്ട് വന്നേ. അച്ഛനും അമ്മയും എങ്ങനെ സഹിക്കുമെന്തോ. വിഷമിക്കണ്ട, അവര് വിളിക്കുമായിരിക്കും. പറഞ്ഞത് നേരാണെങ്കിൽ ദേവിക അവിടെ നിൽക്കുന്നത് എന്തടിസ്ഥാനത്തില്? അതന്നെ ഞാനും ആലോചിക്കുന്നത്. ബന്ധം വേർപെടുത്താത്ത സ്ഥിതിക്ക് ദേവിക ഇപ്പോഴും മുരളിയുടെ ഭാര്യയല്ലേ? ഞാൻ ചോദിച്ചു, ആരും അതിന് കൃത്യമായൊരു ഉത്തരം തരുന്നില്ല. എന്തോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന പോലെയാ. നിനക്ക് ദേവികയോട് ചോദിക്കാൻ മേലായിരുന്നോ? അവള് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നല്ലോ. ഉണ്ട്, ഞാൻ ചോദിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? മുരളിയും ഗൗരിയും തമ്മില് മുമ്പേ സ്നേഹത്തിലായിരുന്നത്രേ. അതുകൊണ്ടാ അവര് വിവാഹം കഴിച്ചെന്നാ അവള് പറയുന്നേ. കൂടുതൽ ക്ലാരിഫിക്കേഷൻ ഞാൻ നിന്നില്ല. അവള് പതുക്കെ ഒഴിഞ്ഞു മാറുക ചെയ്തേ. മുരളി ഗൗരിയെ കല്യാണം കഴിച്ച് അവന്റെ വീട്ടിലേക്കല്ലേ കൊണ്ടുവന്ന്? ആ വീട്ടില് അവൾ ഇനി ഉണ്ടാവില്ലേ? ഉണ്ടാവും. മുരളി ഗൗരിയെ വേറെ എങ്ങോട്ട് കൊണ്ടുപോവാനാ? ഹോസ്പിറ്റലിൽ നിന്ന് പോയാ ദേവികയെ അങ്ങോട്ട് തന്നെയല്ലേ ചെല്ലാൻ പോകുന്നത്? അതെനിക്കറിയില്ല. ദേവിക വന്നത് അവിടുന്നാ. പക്ഷേ ഗൗരിയുള്ളപ്പോ തിരിച്ചെങ്ങനെ അങ്ങോട്ട് പോവും? അന്ന് കല്യാണവും വിഷം കഴിപ്പും ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയവൾ തിരിച്ചിങ്ങോട്ട് വന്ന എന്തിന്? അവൾ എല്ലാം ഉപേക്ഷിച്ച് പോയതാണെന്നല്ലേ കേട്ടത്? അതെ, ദേവിക ഇനി തിരിച്ചു വരില്ലെന്ന് തന്നെയാ പ്രഭാന്റി പറഞ്ഞ്. എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട്. ഈ മുരളി ദേവികയെ കല്യാണം കഴിച്ചിട്ടുണ്ടോന്ന് തന്നെ എനിക്കിപ്പോ സംശയം. ശരിയാ. സ്നേഹിച്ചു മുരളിയുടെ കൂടെ ഇറങ്ങിപ്പോന്ന പെണ്ണ് എന്തിനാ കല്യാണത്തിന്റെ അന്ന് വിഷം കഴിച്ചത്? അതിന്റെ അർത്ഥം ദേവിക്ക് മുരളിയുടെ ഭാര്യയാവുന്നത് ഇഷ്ടമല്ലെന്നല്ലേ? അതെ, പിന്നെങ്ങനെയാ അവൾ അവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത്? അവിടെ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. മുരളിയും ദേവികയും തമ്മിൽ വിവാഹം കഴിച്ചതിന് ലീഗലി തെളിവൊന്നും കാണില്ല. ഉണ്ടെങ്കിൽ ഗൗരിയെ വിളിച്ചോണ്ടുവരാൻ പറ്റൂ? ഇല്ല. അവരുടെ കല്യാണം ആർഭാടമായിട്ട് നടത്താൻ പ്രഭയ്ക്കായിരുന്നു തിടുക്കം. അത് നടക്കാതെ ആയതുകൊണ്ട് പ്രഭയ്ക്ക് ദേവികയോട് അടങ്ങാത്ത കലിയുണ്ട്. എന്നിട്ടും ഇപ്പൊ ദേവികയാ ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത്. പ്രഭാന്റിയുടെ സ്വഭാവം വെച്ച് ഹോസ്പിറ്റലിലെ കോമ്പൗണ്ടിൽ അവളെ കൊണ്ട് കാലുകുത്തിക്കില്ല. അവള് ഹോം നഴ്സിന്റെ സ്ഥാനത്താണോ അവിടെ നിൽക്കുന്നത്? ആയിരിക്കും. ശമ്പളമൊക്കെ കൊടുക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞ. പിന്നെ ഹോം നഴ്സിന് വേണമെങ്കിൽ ഇവിടെ തന്നെ എന്തിനാ? ശമ്പളം കൊടുത്താ വേറെ എത്ര പേരെ വേണേലും കിട്ടില്ലേ? ദേവികയെ തന്നെ അവിടെ നിർത്തണമെങ്കിൽ എന്തോ ഒരു രഹസ്യമുണ്ട്, അതുറപ്പാ. ആ അതെ രേഷ്മ. ആ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ഈ മുരളി ഇത്രയ്ക്ക് ദുഷ്ടനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അവന് മനസാക്ഷിയുണ്ടോ? ദുഷ്ടൻ. എടാ, ഇതൊക്കെ അറിഞ്ഞപ്പോ അമ്മ അവനോടൊന്നും ചോദിച്ചില്ലേ? എനിക്കറിയില്ല. നീയല്ലേ അവന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്. ഇതൊന്നും ശരിയല്ലെന്ന് നീ എന്താ അവനോട് പറയാതിരുന്നേ? ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. നമ്മൾ അതൊക്കെ അഭിപ്രായം പറയുന്നത് ശരിയാണോ? ഓ, അവൻ നൈസായിട്ട് കൈ കഴുകി. നീ എന്താ എതിർക്കാതിരുന്നത്? നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഇപ്പോഴും വേർപെടുത്തിയിട്ടില്ലല്ലോ. മുരളീട്ടനും ഗൗരിയും തമ്മില് വർഷങ്ങളായിട്ട് സ്നേഹത്തില ചേച്ചി. അവരെങ്കിലും സന്തോഷിട്ട് കഴിയട്ടെ. പിന്നെ മുരളീട്ടനല്ലല്ലോ, ഞാനല്ലേ ആ ബന്ധം വേണ്ടാന്ന് വെച്ചത്. ഇനി നിന്റെ ഭാവി എന്താവും? നിനക്കൊരു ജീവിതം വേണ്ടേ? വേണം. ഞാൻ ആഗ്രഹിച്ച ജീവിതം എന്റെ കയ്യെത്തും ദൂരത്ത് തന്നെയുണ്ട്. ആ ആളോടൊപ്പമുള്ള ജീവിതം ആഗ്രഹിച്ച ഞാനിപ്പോ ജീവിക്കുന്നത് തന്നെ. ഈശ്വര, ഇതിനിടയിൽ അങ്ങനെ ഒരാളുണ്ടോ?
ആരാത്? അപ്പോ നീ എന്തിനാ മുരളിയുടെ കൂടെ ഇറങ്ങി പോകുന്നത്? അത് പറഞ്ഞ വളരെ സിമ്പിളായിട്ടുള്ള കാര്യോ. പറഞ്ഞു കഴിയുമ്പോ രജനി ചേച്ചിക്ക് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടും. ആരാത്? ആരാ നിന്റെ കയ്യെത്തും ദൂരത്ത് തന്നെയുള്ള ആള്? പറ. ആരാത്? പറയാം, അതിനുള്ള സമയമായിട്ടില്ല. ഈശ്വര നിശ്ചയം അങ്ങനെയാ. എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ ആഗ്രഹിച്ച ജീവിതം എനിക്ക് കിട്ടും. വേറൊരു ജീവിതം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാവില്ല. എന്നാലും സമ്മതിക്കണം. അമ്മേ, മുരളിയും ഗൗരിയും കൂടെ ഇവിടെ വന്നപ്പോ അമ്മ അവരോടൊന്നും സംസാരിച്ചില്ലേ? ഞാൻ അവരോട് സംസാരിച്ചില്ല എന്ന് നിന്നോടാരാ പറഞ്ഞത്? അതല്ല, ഇങ്ങനൊരു കല്യാണം. ഞാൻ ഇനി അത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടാൻ തീരുമാനിച്ചിട്ടില്ല. അവൻ ആരെ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവന്റെ അമ്മയും അവനുമാ. ഇനി എനിക്ക് എന്റെ മക്കളുടെ കാര്യം നോക്കിയാൽ മതി. ഞാനിപ്പോ ആലോചിക്കുന്നത് ഇവന്റെ കാര്യം മാത്രം. സിദ്ധു, ബലരാമൻ വിളിച്ചിരുന്നു. ഇവന്റെയും മീരയുടെയും കല്യാണം എത്രയും വേഗം നടത്തണമെന്നാ പറയുന്നത്. ശരിയാണെന്ന് എനിക്കും തോന്നി. ഞാനതിനെ സമ്മതിച്ചു. എത്രയും വേഗം അത് നടത്തണം സിദ്ധു.